പരിശുദ്ധമായ അറഫാ ദിവസത്തിൻ്റെ പകൽ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസം കൂടെയാണ്. അതാണ് ഏറ്റവും വലിയൊരു മഹാഭാഗ്യം എന്ന് പറയുന്നത്. അറഫയുടെ പകലും വെള്ളിയാഴ്ച ദിവസവും. സുബ്ഹാനക യാ റബ്ബ്. ഇന്നത്തെ ഈ പകലിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചൊല്ലാനുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു അത്ഭുതം നിറഞ്ഞ ദിക്റാണ്. മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരുന്ന അതിവിശിഷ്ടമായ ഈ ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരും. അള്ളാഹ് കൈവിടൂല. ദുനിയാവും ആഖിറവും ലഭിക്കും. ജീവിതം മനോഹരമായി തീരുന്നതാണ്. അപ്പോൾ നഷ്ടപ്പെടുത്തി കളയരുത്. മുത്ത് ഹബീബിൻ്റെ തിരുനോട്ടം ലഭിക്കുന്ന ദിവസമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 5000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും കരുണക്കടലായ നാഥൻ സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറഫയുടെ രാവ് മനോഹരമായി നമുക്ക് ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ രാവിൻ്റെ സുഹൃതം ലഭിച്ച മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രാവിനേക്കാൾ പ്രാധാന്യമുള്ള അറഫയുടെ പകലിലാണ് നമ്മളുള്ളത്. അറഫയുടെ പകലിലാണ് നമ്മളുള്ളത്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അത് അറഫയുടെ പകലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ അടിമകൾക്ക് ഏറ്റവും കൂടുതൽ നരകമോചനം നൽകുന്നത് ഈ അറഫയുടെ പകലിലാണ്. അറഫ ദിവസമാണ്. പിശാച് ഇങ്ങനെ തലയിൽ മണ്ണ് വാരിയിട്ട് കരയും അത്ര നിലവിളിക്കാണ് ശൈത്വാൻ. അപ്പോൾ ശൈത്വാൻ്റെ ആളുകളൊക്കെ ചോദിക്കും, ചെറിയ ചെറിയ പിശാചുക്കൾ ചോദിക്കും, അല്ല ഇബ്ലീസ് എന്താണ് ഇങ്ങനെ കരയുന്നത്? ഇബ്ലീസ് പറയുന്നൊരു മറുപടിയുണ്ട്. 60-70 കൊല്ലത്തോളം ഞാൻ പിന്നാലെ നടന്ന് വഴി പിഴപ്പിച്ച് കൊണ്ടുവന്ന് നരകത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തിക്കാറായപ്പോൾ ഒരു ചെറിയ സെക്കൻഡ് കൊണ്ട് അള്ളാഹു ഇവർക്കൊക്കെ പുറത്തു കൊടുത്തു കളഞ്ഞില്ലേ, ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയില്ലേ എന്ന് പറഞ്ഞ് ഇബ്ലീസ് നിന്ദ്യനാകും. ഇബ്ലീസ് ചെറുതായി പോകും, നിന്ദ്യനായി പോകും, നാണം കെട്ടുപോകും. അറഫാ ദിവസമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ അറഫാ ദിവസം നമ്മുടെ ജീവിതം അങ്ങ് രക്ഷപ്പെട്ട് കിട്ടാൻ, നമുക്കൊന്ന് സലാമത്താകാൻ, ദുനിയാവും ആഖിറവും നേടിയെടുക്കാൻ ചില അദ്കാറുകൾ മഹാനായ സയ്യിദുനാ അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് അനുവർത്തിച്ചു നോക്കാം. കൃത്യമായിട്ട് നമുക്കൊന്ന് പഠിക്കാം. ഏതായാലും ഇന്നത്തെ ഈ ദിവസം നമുക്ക് മാത്രം വേണ്ടി ദുആ ചെയ്താൽ പോരാ. നമ്മുടെ മാതാപിതാക്കളിൽ പല ആളുകളും ഖബറിലാണ്. നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ സഹോദരങ്ങൾ, ഇടകൾ, സന്താനങ്ങൾ തുടങ്ങി പല ആളുകളും ഖബറിലുണ്ട്. ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തിൽപ്പെട്ട പല ആളുകളും, ആദ്യം മുതലുണ്ടായിരുന്ന പല ആളുകളും ഇപ്പോഴില്ല. അതുപോലെ തന്നെ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ പല ആളുകളുടെയും ഉമ്മയും ഉപ്പയും ഒക്കെ ഖബറിലാണ്. ഇണകൾ ഖബറിലാണ്, മക്കൾ ഖബറിലാണ്, അതുപോലെ സഹോദരങ്ങൾ ഖബറിലുള്ളവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ഒരു യാസീനെ ഓതിയിട്ട് ഇന്നത്തെ ദിവസം ദുആക്ക് ഉത്തരമുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇന്നത്തെ അസറിന് ശേഷമുള്ള സമയം വളരെ ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. ആ സമയത്തൊക്കെ ഒരു യാസീൻ ഓതിയിട്ട് ഹദിയ ചെയ്യുക. പുരുഷന്മാർ പള്ളിക്കാട്ടിൽ ഖബറിൻ്റെ അടുക്കൽ പോയിട്ടൊന്ന് അവരെ സിയാറത്ത് ചെയ്യുക. അങ്ങനെ നന്മകൾ കൊണ്ട് അവരെയും കൂടെ ഒന്ന് സന്തോഷിപ്പിക്കുക. അവരിങ്ങനെ കൊതിച്ചിരിക്കുകയായിരിക്കും ഇങ്ങനെയുള്ള മഹത്വമുള്ള ദിവസങ്ങളിലൊക്കെ എൻ്റെ മകൻ വരും, അല്ലെങ്കിൽ എൻ്റെ മകൾ എനിക്ക് വേണ്ടി യാസീൻ ഹദിയ ചെയ്യും, ദുആ ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ഖബറിൽ കിടക്കുന്ന ഖബറാളികളെ നിരാശപ്പെടുത്തരുത് കേട്ടോ. അവർക്ക് വേണ്ട സമ്മാനങ്ങൾ കൊടുക്കുന്നവരായി നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ മഗ്രിബിന് മുമ്പ് നമ്മൾ ചൊല്ലിത്തീർക്കേണ്ട കുറച്ച് അദ്കാറുകൾ, അതുപോലെ കുറച്ച് സ്വലാത്ത്. ഒരു സ്വലാത്തും മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉന്യയിൽ ഉദ്ധരിക്കുന്ന മനോഹരമായ കാര്യം. ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന അമലാകുമ്പോൾ അതെന്തായാലും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണല്ലോ. അത്ര വലിയ മഹത്വമുള്ള അദ്കാറായിരിക്കുമല്ലോ മഹാനവറുകൾ പറയാ. യാ അല്ലാഹ്, അത് നമുക്കൊന്ന് ചൊല്ലണം. അതിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആദ്യമായി നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്ർ രാവിലെ മുതൽ മഗ്രിബിൻ്റെ ഉള്ളിൽ എപ്പോഴാണെങ്കിലും ചൊല്ലിയാലും മതി. ബിസ്മില്ലാ. നോക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. اللهم اجعل في قلبي نورا وفي سمعي نورا وفي بصري نورا. اللهم اشرح لي صدري ويسر لي أمري. اللهم إني أعوذ بك من وسواس الصدر وفتنة القبر
വശതാത്തിൽ അംർ اللهم إني أعوذ بك من شر ما يلج في الليل ومن شر ما يلج في النهار ومن شر ما تهب به الرياح ومن شر بوائق الدهر يا الله ഇതിൽ ഈ ഒരു ദിക്റിൻ്റെ മഹത്വം എന്ന് പറഞ്ഞു നോക്കി. ഇതൊരു ദുആയാണ്, അത്ഭുതകരമായ ദുആ. നമ്മൾ ഏത് പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ കരകയറ്റുന്ന ദുആ, സിഹറുകൾ കണ്ണേറുകൾ എല്ലാം ബാത്തിലായി കളയുന്ന ദുആ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കുടുക്കിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന ദുആ. ഞാൻ അതിൻ്റെ ആശയം ഒന്ന് പറഞ്ഞുതരാം, ഒന്ന് നോക്കിയേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീകല, അവനൊരു പങ്കുകാരനുമില്ല. ലഹുൽ മുൽക്ക്, എല്ലാ അധികാരവും അവനാണ്. വലഹുൽ ഹംദ്, എല്ലാ സ്തുതിയും അവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, പടച്ചവനെ എൻ്റെ ഹൃദയത്തിൽ നീ പ്രകാശം നൽകണേ അല്ലാ. വഫീ സമഈ നൂറ, പടച്ചവനെ എൻ്റെ കേൾവിയിൽ നീ പ്രകാശമാക്കണേ അല്ലാ. വഫീ ബസരി നൂറ, എൻ്റെ കണ്ണിൽ, അതായത് എൻ്റെ കാഴ്ചയിൽ നീ പ്രകാശം നൽകണേ അല്ലാ. അല്ലാഹുമ്മ ശ്റഹ് ലി സ്വദ്രി, എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കണേ അല്ലാ. വയസ്സിർ ലി അംരി, എൻ്റെ കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വസ്വാസി സ്വദ്ർ, ഹൃദയത്തിലെ വസ്വാസിൽ നിന്ന് നീ കാവൽ നൽകണേ അല്ലാ, നിന്നോട് കാവൽ തേടുന്നു അല്ലാ. വഫിത്നത്തിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാ. വശതാത്തിൽ അംർ, കാര്യങ്ങൾ നാശമാകുന്നതിനെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു അല്ലാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ യലിജു ഫിൽ ലൈൽ, രാത്രിയിൽ വരുന്ന അപകടങ്ങളിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാ. വമിൻ ശർരി മാ യലിജു ഫിൻ നഹാർ, രാവിലെ വരുന്ന പകൽ സമയത്ത് വരുന്ന അപകടങ്ങളിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാ. വമിൻ ശർരി മാ തഹുബ്ബു ബിഹി റിയാഹ്, കാറ്റ് കൊണ്ടുവരുന്ന ഷർറുകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ലാ. വമിൻ ശർരി ബവായിഖ് ദഹർ, അതേ കാലഘട്ടത്തിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന്, കാലഘട്ടത്തിൻ്റെ അദാബുകളിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാ എന്നർത്ഥം വരുന്ന മനോഹരമായ സുന്ദരമായ ഒരു ദുആയാണിത്. ഈ ദുആ കൊണ്ട് സിഹറാകട്ടെ കണ്ണേറാകട്ടെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ നൽകും എന്നുള്ളതാണ്. ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഈ ദുആ കഴിഞ്ഞ ഉടൻ തന്നെ 3 തവണ തക്ബീർ ചൊല്ലണം. തക്ബീർ എങ്ങനെ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പിന്നൊരു ദുആ ഉണ്ട്, പിന്നൊരു ദിക്റുണ്ട്. ഇത് 100 തവണ ചൊല്ലുക. എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യീ വയുമീത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്റിൻ്റെ ആശയമൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ഇല്ലേ? ഒന്നുകൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. വഹദ, അവൻ ഏകനാണ്. ലാ ശരീകല, അവനൊരു പങ്കുകാരനുമില്ല. ലഹുൽ മുൽക്ക്, എല്ലാ അധികാരവും അവനാണ്. വലഹുൽ ഹംദ്, എല്ലാ സ്തുതിയും അവനാണ്. യുഹ്യീ, അവൻ ജീവിപ്പിക്കുന്നു. വയുമീത്തു, അവൻ മരിപ്പിക്കുന്നു. ബിയദിഹിൽ ഖൈർ, എല്ലാ നന്മകളും അവൻ്റെ കയ്യിലാണ്, അതായത് അവൻ്റെ അധികാരത്തിലാണ്. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിയുന്നവനാണ്. ഈ ദിക്ർ 100 തവണ ചൊല്ലാൻ കഴിയുന്നവർ 100 തവണ ചൊല്ലാട്ടോ. അതിൽ കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണതയായി സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നത് 100 തവണ ചൊല്ലണം എന്നാണ്. ഇനി നോക്കിയേ, ലാ ഹൗല, അടുത്ത ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. ശ്രദ്ധിച്ചത് നമുക്ക് പരിചയമുള്ള ദിക്റാണ് അല്ലേ? അതിൻ്റെ ആ ഒരു ആദ്യത്തെ ഭാഗം നമുക്ക് ഏറെ പരിചയമുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം അഷ്ഹദു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. ഈ ദിക്ർ 100 തവണ ചൊല്ലുക. അത് കഴിഞ്ഞ് 100 തവണ ചൊല്ലിയിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. 3 തവണ. എങ്ങനെ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. പിന്നെ അൽ ഫാത്തിഹ 3 തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാം. അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് 100 തവണ പാരായണം ചെയ്യാം. 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ഖുൽ ഹുവല്ലാഹു അഹദ്, നമ്മളതിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ 100 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക. പിന്നെ അതിനുശേഷം ഒരു
മനോഹരമായ സ്വലാത്ത് കൂടെ ചെയ്തവർകൾ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ സ്വലാത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ ഉമ്മിയി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 100 തവണ. എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ ഉമ്മി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഈ പറയപ്പെട്ട ദിക്കർ, ഇന്നലെ നമ്മൾ പറഞ്ഞ ദിക്കറുകൾ കൂടെ ചൊല്ലുകയാണെങ്കിൽ അൽഹംദുലില്ലാ മനോഹരായി. ഇന്നലെ നമ്മൾ പറഞ്ഞ ദിക്കറുകൾ മുഴുവനായിട്ട് ചൊല്ലാൻ പറ്റി അൽഹംദുലില്ലാ. ഇന്നലത്തെ സ്വബാഹുൽ ഖൈർ ഞാനത് വേണമെങ്കിൽ പിൻ ചെയ്ത് കമൻറ്റിൽ വെച്ചേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ, ഇല്ലെങ്കിൽ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് കാണുന്നുണ്ട്, വിരോധമൊന്നുമില്ല. അതും ഇതും കൂടെ കണ്ടിട്ട് നമുക്ക് എളുപ്പമുള്ള ദിക്കറുകൾ എടുത്ത് ചൊല്ലാം. പക്ഷേ ഇന്ന് ഞാൻ ഈ പറഞ്ഞ ഓർഡർ ഉണ്ടല്ലോ, ഇത് അറഫയുടെ പകലിൽ ചൊല്ലേണ്ട ദിക്കാറുകളാണത്രേ. ഈ ഓർഡറിൽ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഈ ഓർഡറിൽ നമ്മളൊന്ന് ചൊല്ലിയിട്ട് അള്ളാഹിനോട് മനസ്സറിഞ്ഞൊന്ന് ദുആ ചെയ്ത് നോക്കിയേ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുന്നത്, ഒരു തിരമാല ഒഴിഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ ജീവിതം അങ്ങ് സുന്ദരമായി തീരുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അള്ളാനെ പുകഴ്ത്തുന്ന ദിക്റാണ്, അത് മതി, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും ഇല്ലേ? കടലിലേക്ക് വലിച്ചെറിയപ്പെട്ട സയ്യിദുന നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ പടച്ചോനെ എന്നെ മീൻ്റെ വയറ്റിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ എന്ന് ഇതുവായിരുന്നോ? ഇല്ല. എന്താ വരുന്നത്? ഒരു ദിക്റാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. കണ്ടോ, പടച്ചോനെ ഞാൻ അക്രമികളിൽ പെട്ടുപോയി അല്ലാ, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല അല്ലാ. അള്ളാഹനെ പുകഴ്ത്തിയുള്ള ദിക്ർ ചൊല്ലിയാൽ നമ്മളെ മീൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തും, ആഴക്കടലിൽ നിന്ന് രക്ഷപ്പെടുത്തും. അത്ര വലിയ അപകടത്തിലൊന്നും അല്ലല്ലോ നമ്മൾ. എന്തു പ്രയാസത്തിനും അല്ലാഹു റബ്ബുൽ ആലമീൻ പരിഹാരം തരും. അപ്പം നഷ്ടപ്പെടുത്തി കളയല്ലേ. അത്ര മനോഹരമായൊരു ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇനിയൊരു അറഫയിൽ നമ്മൾ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അറഫയുടെ പുണ്യഭൂമിയിലും ചെന്ന് നിൽക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അറഫയുടെ പ്രത്യേകത ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജത്തുൽ വദാ ആണ്. ഹജ്ജത്തുൽ വദാ, അവിടുന്ന് അവസാനത്തെ ഹജ്ജ് ചെയ്തത്, ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് ഇല്ലേ? ആ അറഫയിൽ നിന്നുകൊണ്ട് ഖുത്ബത്തുൽ വദാ നടത്തി. അവിടെ അവസാനത്തെ ഒരു ഖുത്ബ, ഒരു പ്രസംഗം നടത്തുകയാണ്, വിടവാങ്ങൽ പ്രസംഗം. ഉത്തരവിധങ്ങൾ ഇങ്ങനെ പറഞ്ഞ ചില ഒരു സുന്ദരമായ വാക്കുകളൊക്കെ ഉണ്ട്. യാ അല്ലാ, എന്തൊരു മനോഹരാണത്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഓ മനുഷ്യരെ, നിങ്ങൾക്ക് മറ്റൊരുത്തൻ്റെ രക്തവും മറ്റൊരുത്തൻ്റെ അഭിമാനം തന്നെയും മറ്റൊരുത്തൻ്റെ സമ്പത്തും നിങ്ങൾക്ക് ഹറാമാണ്. മറ്റൊരാളിൽ നിന്ന് അവൻ്റെ രക്തം ഹറാമാണ്. ഒരാളെയും കൊല്ലാൻ നമ്മൾ പോകണ്ട. അതുപോലെ തന്നെ ഒരാളുടെ അഭിമാനം നിങ്ങൾക്ക് ഹറാമാണ്. മറ്റൊരാളെ കുറ്റം പറഞ്ഞും ന്യൂനത പറഞ്ഞും നിങ്ങൾ നടക്കണ്ട. മറ്റൊരാളെ ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണ്ട. മറ്റൊരാളെക്കുറിച്ച് നിങ്ങൾ മോശം പറയണ്ട. കാരണം അവൻ്റെ അഭിമാനത്തിന് വിലയുണ്ട്. അവൻ്റെ അഭിമാനത്തെ നിങ്ങൾ ഹരിച്ചാൽ നിങ്ങളുടെ അഭിമാനം അള്ളാഹു ഇല്ലാതാക്കും കേട്ടോ. നിങ്ങളുടെ അഭിമാനം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമ്മളൊരിക്കലും മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്. ഈ അറഫയിൽ ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലുന്നതോടൊപ്പം ഈ ഒരു ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മറ്റൊന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞത്, ഇന്ന അബാക്കും വാഹിദ്. നിങ്ങൾ വലിയ സമ്പന്നരുണ്ടാവും, പാവപ്പെട്ടവരുണ്ടാവും, പല ദേശ ഭാഷ എല്ലാത്തിലും വ്യത്യസ്തരായ ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങളൊക്കെ ഒറ്റ വാപ്പാടെ മക്കളാണ്. നിങ്ങളുടെ വാപ്പ ആദം നബിയാ. ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ വാപ്പ ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾ തറവാടിത്തത്തിൻ്റെ മേന്മ പറഞ്ഞ് നടക്കല്ലേ. പാവപ്പെട്ടവരെ കൈയൊഴിയല്ലേ. പാവങ്ങളെ ചേർത്ത് പിടിക്കണം. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ 5 കുട കൊണ്ടുവന്ന് തന്നു. 5 കുട. ഉസ്താദ്, ഇത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം, നമ്മുടെ റിലീഫിലേക്കാണ്. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സ്വബാഹുൽ ഖൈറിലൂടെ കൊട കൊടുക്കണം എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ മകളുടെ കുറച്ച് പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. ആ സഹോദരിയുടെ ബുദ്ധിമുട്ടുകളെല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ നീക്കി കൊടുക്കുമാറാകട്ടെ. ഈ അറഫ ദിവസത്തിൻ്റെ ബർക്കത്തുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്നലെ രാത്രി നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും നിയ്യത്തുകൾ കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. ഒരാളെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ഒരാളെയും നിസ്സാരാക്കി പോകരുത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ അവരുടെ സ്ഥാനം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം, ബസറ പട്ടണം ഇല്ലേ, അന്ന് ഹസനുൽ ബസരിയുണ്ട്, സാബിത്തുൽ ബന്നായിയുണ്ട്, അതുപോലെ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ. ഈ മഹത്തുക്കളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. മഴയില്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടുന്നു, മൃഗങ്ങൾ പോലും ചത്തൊടുങ്ങുന്നു, വല്ലാത്ത പ്രയാസത്തിലാണ്. അപ്പോൾ ഈ താബിഈങ്ങളുടെ, സ്വഹാബത്തിൻ്റെ ശിഷ്യന്മാരാണ് ഇവരൊക്കെ. ഈ താബിഈങ്ങളുടെ നേതൃത്വത്തിൽ പള്ളിയിൽ തുടർച്ചയായ 7 ദിവസം ദുആ മജ്ലിസ് നടക്കുകയാണ്. ദുആയിരുന്നു, നിസ്കാരവും ദുആയൊക്കെ ആയിട്ട് 7 ദിവസം ഇങ്ങനെ പള്ളിയിൽ കൂടി. 7ാമത്തെ ദിവസം ജനങ്ങളിങ്ങനെ നോക്കി, മഴയുണ്ടോ? പുറത്തേക്ക് നോക്കിയപ്പോൾ മഴ പോയിട്ടൊരു മഴക്കാറ് പോലും കാണുന്നില്ല.
അപ്പോൾ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ല പറയുന്നുണ്ട്, ഞാനിങ്ങനെ ബസ്ര പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരു ശരീരം മുഴുവൻ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വസ്ത്രം കീറിപ്പറഞ്ഞ കാണാനൊരു കോലവും ഇല്ലാത്തൊരു മനുഷ്യൻ, ഒരു ആരോഗ്യം പോലും ഇല്ലാത്തൊരു മനുഷ്യൻ അവിടെ ഇങ്ങനെ ആ ഒരു ബസ്ര പള്ളിയിലേക്ക് നടന്നു വന്ന് മിഹ്റാബിൻ്റെ അടുക്കൽ നിന്ന് കൈ ഉയർത്തുകയാണ്. അല്ലാ യാ റബ്ബന, പടച്ചവനെ മഴയില്ലാത്തതൊന്നും എൻ്റെ വിഷയമല്ല. ഇവിടെ മഴയില്ലാത്തതിൻ്റെ പേരിൽ മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ചത്തൊടുങ്ങുന്നുണ്ടെങ്കിൽ അതെൻ്റെ വിഷയമല്ല. അതൊക്കെ നിൻ്റെ അടിമകളാണ്, നീ പടച്ചതാണ്. നിനക്ക് വേണ്ടപ്പോൾ കൊല്ലാം, നിനക്ക് വേണ്ടപ്പോൾ വളർത്താം. ഇതൊക്കെ നിൻ്റെ ഇഷ്ടം, ഇതൊക്കെ നിൻ്റെ കയ്യിലെ കാര്യം. അതിലൊന്നും എനിക്ക് ഒരു കാര്യവും പറയാനില്ല റബ്ബേ. എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. ഒരു കാര്യം എന്താണെന്നറിയോ? പടച്ചവൻ ഇവിടെ നടന്ന മഴ തേടിയുള്ള ദുആ നടത്തിയതാരാ? ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതന്മാരാ. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലയെപ്പോലെ, സാബിത്തുൽ ബന്നായി റഹിമഹുല്ലയെപ്പോലെ, ഹസനുൽ ബസരി റഹിമഹുല്ലയെപ്പോലെയുള്ള മഹാരഥന്മാരാണ് ഇവിടെ ദുആ നടത്തിയത്. നാളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ ചോദിക്കും, യുക്തിവാദികൾ ചോദിക്കും, നിങ്ങളുടെ ഏറ്റവും വലിയ നേതാക്കന്മാർ ദുആ എന്നിട്ട് മഴ കിട്ടിയില്ലേ? നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു അള്ള തന്നെ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് ഇസ്ലാമിനെ അവർ കുറ്റപ്പെടുത്തും. റബ്ബേ, എനിക്കത് സഹിക്കാൻ പറ്റൂല. അല്ലാ, നീ മഴ തരണേ റബ്ബേ, നീ മഴ തരണേ റബ്ബേ. ഇത് പറഞ്ഞു തീരേണ്ട താമസം ബസറ പട്ടണം മുഴുവൻ മഴ കൊണ്ടങ്ങ് നനഞ്ഞു, ഒന്നൊന്ന് നന്നായി പുളകിതമായി പോയി. യാ അല്ലാ, മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ മിണ്ടാതെ ഇങ്ങനെ പോകുന്നുണ്ട്. പുറകെ ഇങ്ങനെ പോയി കുറച്ച് നോക്കിയപ്പോൾ ആ മനുഷ്യൻ ഒരു കെട്ടിടത്തിലേക്ക് കയറിപ്പോയി. ഈ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് തിരിച്ചു വന്നു. നമ്മുടെ നാട്ടിൽ വന്ന സ്വഹാബിയായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹുവിനെ കുറിച്ചല്ല ഈ പറയണത്, ഇത് താബിഈങ്ങളിൽപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹയാണ്. അങ്ങനെ തിരിച്ചു വന്നിട്ട് പിറ്റേ ദിവസം ഈ ഇന്നലെ പോയ വഴിയിലൂടെയൊക്കെ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ അടുത്ത് നിന്ന് കുറേ മനുഷ്യന്മാരിങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി കുറേ അടിമകളാണ് നിൽക്കുന്നത്. ഇന്നലെ വന്നവനും ഇക്കൂട്ടത്തിൽ ഒരു അടിമയായിരിക്കും. ഏതായാലും മുതലാളിയെ കണ്ടിട്ട് ചോദിച്ചു, ഇന്നലെ ഇക്കൂട്ടത്തിൽ ആരെങ്കിലും ആബ്സെൻ്റ് ഉണ്ടായിരുന്നോ? ഇക്കൂട്ടത്തിൽ പങ്കെടുക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? അപ്പോൾ മുതലാളി പറഞ്ഞു, ആ ഒരുത്തനുണ്ട്, അവന് ഒരു പണിയെടുക്കൂല, അതിനുള്ള ആരോഗ്യമില്ല, ഒന്നിനും പറ്റാത്ത ഒരുത്തനാണ്. 5-10 തന്നാൽ നിങ്ങൾക്ക് തരാം, നിങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് എന്ത് ചെയ്തു? പൈസ കൊടുത്തിട്ട് ആ അടിമയെ വാങ്ങിച്ചു. അങ്ങനെ ഈ അടിമയും കൊണ്ടിങ്ങനെ നടക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട്, അല്ലയോ മാലിക് ഇബ്നു ദീനാർ എന്നവരെ, എന്നെ നിങ്ങൾ എന്തിനാ വാങ്ങിയത്? എനിക്ക് ആരോഗ്യമില്ല, നിങ്ങളെ ജോലിയെടുത്ത് സഹായിക്കാൻ എനിക്ക് പറ്റില്ല, എൻ്റെ കോലം കണ്ടില്ലേ, ഞാൻ ആകെ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ പണിയെടുപ്പിക്കാൻ വാങ്ങിയതല്ല. നിങ്ങളെ പണിയെടുപ്പിക്കാൻ വാങ്ങിയതല്ല. ഇന്നലെ നിങ്ങൾ വന്ന് ദുആ ചെയ്തപ്പോൾ മഴ പെയ്യണത് ഞാൻ കണ്ടു. അതുകൊണ്ട് അങ്ങനെ ഒരു മഹാൻ അടിമയായി നിന്നാൽ പറ്റൂല, ഞാൻ നിങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഇതങ്ങ് കേട്ടപ്പോഴേക്ക് ആ അടിമയായ മനുഷ്യൻ സുജൂദിൽ കിടക്കാൻ കുറേ നേരം കഴിഞ്ഞ് ശുക്റിൻ്റെ സുജൂദാണെന്ന് കരുതി മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് ഇങ്ങനെ നിൽക്കാൻ. എവിടെ ഈ മനുഷ്യൻ എണീക്കണില്ല. അവസാനം നോക്കുമ്പോൾ ഇന്നാലില്ലാ, ആ മഹാൻ അള്ളാഹുവിങ്കലേക്ക് പോയിട്ടുണ്ട്, അവിടെ നിന്ന് വഫാത്തായിട്ടുണ്ട്. പടച്ചോനെ, എന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു, അല്ലാ നീ എന്നെ അങ്ങ് വിളിച്ചേക്ക് എന്ന് പറഞ്ഞതുപോലെ അല്ലേ അള്ളാഹുവിലേക്ക് പോയി ആ മഹാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യം. ചിലപ്പോൾ പാവപ്പെട്ടവൻ്റെ ഒരു നമ്മുടെ കണ്ണിൽ ഒന്നുമില്ലാത്ത മനുഷ്യരായ ചില പാവപ്പെട്ടവരുടെ ദുആ അത് അള്ളാൻ്റെ അടുക്കൽ വലുതായിരിക്കും. ഈ അറഫയുടെ ഏറ്റവും വലിയ സന്ദേശം പണക്കാർ അതുപോലെ തന്നെ ദരിദ്രരെന്നുള്ള വേർതിരിവൊന്നും വേണ്ട, എല്ലാവരെയും പരിഗണിക്കണം, പ്രത്യേകിച്ച് പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കണം. ഒരു സദ്യ, അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഏറ്റവും മോശമായ സദ്യ ഏതാണെന്നറിയോ? പാവപ്പെട്ടവനെ വിളിക്കാത്ത കല്യാണം അള്ളാഹ്ക്ക് വെറുപ്പാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ അറഫയുടെ സന്ദേശമൊക്കെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി ഈ അറഫയുടെ ഉത്ബോധനം ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതോടൊപ്പം ഇന്നത്തെ ഈ പകലിൽ നമ്മൾ ചൊല്ലേണ്ട അദ്കാറുകൾ കൃത്യമായി ചൊല്ലി അവനിൽ നിന്ന് എല്ലാം നേടിയെടുക്കാൻ കഴിയുന്നവരായി നമ്മൾ മാറണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ നമ്മുടെ സ്വലാത്ത്, ഇന്ന് സ്വലാത്തിൻ്റെ മജ്ലിസ് നടക്കാൻ ഞാനിപ്പോൾ നോക്കുമ്പോൾ ഏതാണ്ട് മൊത്തം നമുക്ക് കണക്ക് കിട്ടിയത് പ്രകാരം തന്നെ 25 ലക്ഷത്തിൽ പരം സ്വലാത്ത് ഇപ്പോൾ തന്നെ അയച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. നമുക്ക് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും. ആ ഗ്രൂപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ദുആ വസിയ്യത്തുകൾ അറിയിക്കാം. ഒരു 10-15 മിനിറ്റ് ഓപ്പൺ ചെയ്യുള്ളൂ കേട്ടോ, കാരണം വായിച്ചെടുക്കാൻ പറ്റണ്ടേ. അതിന് മാത്രം ആളുകളില്ലേ. എല്ലാവരും വസിയ്യത്ത് അയച്ചാൽ, അതായത് ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഗതി മറ്റൊരാൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇടണ്ട കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ വിശദീകരിച്ച് എഴുതണം എന്നില്ല, എല്ലാം കൂടെ വായിക്കാൻ ചിലപ്പോൾ ടൈം കിട്ടൂലല്ലോ. ഇപ്പോൾ എൻ്റെ ഭർത്താവ് അങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരുപാട് സങ്കടങ്ങളുണ്ട്. അപ്പോൾ ഒറ്റ ഇതിൽ എൻ്റെ ഭർത്താവ് സ്വാലിഹാകാൻ, അള്ളാഹ്ക്ക് അറിയാമല്ലോ ബാക്കി,
മനസ്സിലായി? അങ്ങനെ സിമ്പിളായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ നമുക്ക് 25 ലക്ഷം സ്വലാത്ത് ഇന്ന് അസറിന് ശേഷം ഒരു 4:30 മണിക്ക് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഹദിയ ചെയ്ത് റബ്ബുൽ ആലമീൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞങ്ങ് ദ്വാരക്കണ്ടേ? അള്ളാഹ് നമ്മൾ ഏറ്റെടുക്കൂലേ? അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം കടന്നു വരുന്നത് പെരുന്നാൾ രാവും കൂടെയാണ്. ആ ബോധ്യത്തിൽ നല്ല അമാലുകളൊക്കെ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണം. റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇന്നത്തെ ദിവസം സ്വതക്ക ചെയ്യുന്നതിന്, ഹദിയ ചെയ്യുന്നതിന് കയ്യും കണക്കില്ലാത്ത പ്രതിഫലമാണ്. നമ്മുടെ ഈ റിലീഫ് പദ്ധതിയുടെ നമ്പർ നിങ്ങൾ താഴെ കാണുന്നില്ലേ? ഒരു പാവപ്പെട്ട ഉസ്താദിന് വീട് വെക്കുന്നതിലേക്ക് കഴിയുമ്പോൾ ഒരു ഹദിയ എല്ലാവരും ചെയ്യണം. അള്ളാഹു അദ്ദേഹത്തിനും നമുക്കും എല്ലാവിധ ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ലോകത്താദ്യമായി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ നേതാവിൻ്റെ പേരെന്താണ്? അത് അഷ്റഫുൽ ഖൽക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സുബ്ഹാനക യാ റബ്ബ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ആ നേതാവിൻ്റെ യഥാർത്ഥ അനുയായികളിൽ നമ്മളെ പെടുത്തട്ടെ. ഇന്നത്തെ ചോദ്യം, ഒരു ഹജ്ജിൽ അല്ലേ, ഹജ്ജിൻ്റെ സീസണാണല്ലോ, ഒരു ഹജ്ജിൽ ഒരേ ഒരു ഹജ്ജാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുള്ളത്. അവിടുത്തെ മുടി വടിച്ചു. ആ മുടി ഇങ്ങനെ എടുത്തിട്ട് ഒരു സ്വഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഖസിംഹു ബൈനന്നാസ്, ഇത് ജനങ്ങൾക്കൊക്കെ വീതിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ? ആ വിളിക്കപ്പെട്ട സ്വഹാബിയുടെ പേരെന്താണ്? എന്തിനാണ് ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നത്? അവർക്കത് വെള്ളത്തിലിട്ട് കുടിക്കാൻ അല്ലേ? അവരുടെ ജീവിതത്തിൽ രോഗശാന്തി ലഭിക്കാൻ, മുത്ത് ഹബീബിനോടുള്ള പ്രണയത്തിൻ്റെ അങ്ങേയറ്റത്തൊരു പൂർത്തീകരണം ആസ്വദിക്കാൻ, അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതിൽ. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കാൻ ആ സ്വഹാബിയുടെ പേരെന്താണ്? ആരാണ് ആ വീതിച്ചു കൊടുത്തത്? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് കൃത്യം 4:30 നമ്മുടെ മജ്ലിസ്. എല്ലാവരും അതിനായിട്ട് സമയം കണ്ടെത്തണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ നമ്മുടെ ഇംദാദീസ് വ്ളോഗിൽ 10 മണിക്കൊരു വീഡിയോ വരുന്നുണ്ട്. ഇന്നത്തെ അറഫാ ദിവസം ഒരു കിടിലൻ ദിക്റുണ്ട്. ആ ദിക്ർ, ആ ഒരു ആയത്ത് നമ്മൾ ഓതുകയാണെങ്കിൽ അൽഹംദുലില്ലാ നമ്മുടെ ലൈഫ് കളറാകും എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് പഠിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുറാഹിമായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റഹ്മാനേ. ഈ വിശുദ്ധമായ അറഫാ ദിവസത്തിൽ ഈ സ്വബാഹുൽ ഖൈർ സദസ്സിലിരുന്ന് ഞങ്ങൾ പറഞ്ഞ അറിവ് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. മനസ്സിൽ ഒരുപാട് വേദനകളുണ്ട്, സലാമത്ത് നൽകണേ അല്ലാ. സ്വസ്ഥതയുള്ള ജീവിതം നൽകണേ അല്ലാ. ഈ സദസ്സിനെ സ്നേഹിക്കുന്നവർ, മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നവർ, ഇതിൻ്റെ വാഹകർ, അവരെ നീ കൈവെടിയല്ലേ റഹ്മാനേ. എത്രയെത്ര അസുഖബാധിതരാണ്, നീ ശിഫാ നൽകണേ അല്ലാ. മാറാ രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ഇണകളെ, സന്താനങ്ങളെ നന്നാക്കണേ അല്ലാ. സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾ നീ സുഖപ്രസവം നൽകണേ തമ്പുരാനെ. വീടില്ലാത്തവർ, അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്തവർ, പടച്ചവനെ ലൈസൻസിന് വേണ്ടി ശ്രമിക്കുന്നവർ, ഇഖാമക്ക് വേണ്ടി, വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്തവർ, എല്ലാവർക്കും നീ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഈ ചൊല്ലിയ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ ആ പ്രതിസന്ധികളെയെല്ലാം നീ അകറ്റണേ അല്ലാ. പരിശുദ്ധ ഭൂമിയിൽ ഹാജിമാർ ഇന്നലെ സുന്ദരമായ അറഫയിൽ നിന്നല്ലോ റബ്ബേ, ഞങ്ങൾക്ക് ഇന്നാണ് അറഫയുടെ ദിവസം. യാ റബ്ബനാ, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം പോലെ ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. പാപമോചനം നൽകണേ അല്ലാ, നരകമോചനം നൽകണേ അല്ലാ. നിന്റെ കാരുണ്യമല്ലാതെ പ്രതീക്ഷയില്ല അല്ലാ. നിന്റെ കാരുണ്യം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഖൈറിലാക്കണേ അല്ലാ. യാ റബ്ബനാ, പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. യാ റബ്ബനാ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, കമന്റ് ബോക്സിൽ സങ്കടം പറഞ്ഞു വെച്ചവർ, എല്ലാം നീ അറിയുന്നുണ്ടല്ലോ അല്ലാ. എല്ലാവരുടെയും മുറാദുകൾ ഈ സദസ്സ് കൊണ്ട് നീ ഹാസിലാക്കണേ അല്ലാ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഹജ്ജ് ഉംറ സിയാറ കൃത്യമായി ചെയ്യാൻ, ഒരു തവണയെങ്കിലും ആ പുണ്യഭൂമിയിൽ അണയാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ്
തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പടച്ചവനെ, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തെ തന്നെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.